നമ്മൾ കുറച്ച് ദിവസമായി ഇവിടെ once more मैंने नीचे देख लिया अयो I did not say only what are we making. Hi guys, welcome back to my YouTube channel. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ഡെസേർട്ട് റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് ദിവസമായി കുക്കിങ്ങോ അതുപോലെ തന്നെ റെസിപ്പിയോ അതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു നമുക്ക് അതൊന്ന് മാറ്റി പിടിക്കാം, ഒരു റെസിപ്പി വീഡിയോ എന്തായാലും ഇടാം നിങ്ങൾക്ക് വേണ്ടി. ഈ ഒരു വീഡിയോയുടെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡാണ്. ഓക്കെ, ബിക്കോസ് ഇത്രമാത്രം മധുരം ഇഷ്ടമുള്ള ഒരാളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാർബ്സും പ്രോട്ടീൻസും കാലറി കൗണ്ടഡും അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാം. പക്ഷെ രാത്രി ഡിന്നർ കഴിഞ്ഞാൽ ആൻഡ് ആ ഒരു ടി വിയുടെ മുന്നിൽ കുറച്ച് ചില്ലിങ് ആയിരുന്ന അപ്പോൾ തുടങ്ങും നമുക്ക് എന്തെങ്കിലും സ്വിഗ്ഗി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കേക്ക് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ പേസ്ട്രി കഴിക്കാൻ പോവാം. അപ്പോൾ ആ ഒരു ഹാബിറ്റിനെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. നോക്കട്ടെ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാവണേന്ന്. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് വാൾനട്ട് കേക്ക് ആണ്. ഇത് ഈ ഒരു റെസിപ്പിയിൽ തീരെ ഷുഗർ ഇല്ല, തീരെ മൈദയില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു ഡെസേർട്ടിനെ ഹെൽത്തി ഡെസേർട്ടിനായിട്ട് ടേം ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മധുരത്തിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്, ആൻഡ് മൈദയുടെ ഓൾട്ടർനേറ്റീവ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വീറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു റെസിപ്പിക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അപ്പം ഈ ഒരു റെസിപ്പിയുടെ ബേസ് എന്ന് പറയുമ്പോൾ ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ആണ് നമ്മുടെ ഇതിൻ്റെ മധുരത്തിൻ്റെ ഓൾട്ടർനേറ്റീവ്. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് 25 പിറ്റഡ് ഡേറ്റ്സ് ആണ്. പിറ്റഡ് ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുരു എടുത്ത് കളയണം. ഇതിൻ്റെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ആട്ട. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മൾട്ടിഗ്രെയിൻ ആട്ടയാണ്. ഇത് 1 കപ്പ് ആട്ട. ഇതാണ് നമ്മളുടെ യൂഷ്വലി മൈദയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ 1 കപ്പ് ആട്ട. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഓലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. ബട്ടർ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1/2 കപ്പ് ഓലിവ് ഓയിലാണ്. ഇനി ഈ ഡേറ്റ്സിനെ കുതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.5 കപ്പ് ഹോട്ട് മിൽക്ക്. ഇനി ഇതിൽ നമ്മൾ 1 സ്പൂൺ വെനില എസൻസും കൂടി ചേർക്കും. ഇനി ഈ കേക്കിന് വേണ്ടിയിട്ട് റൈസിങ് ഏജന്റ് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു 1/2 സ്പൂൺ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ മിക്സിംഗ് ബൗൾ എടുക്കാം. ഓക്കെ, ഇതിലേ ഇനി നമ്മുടെ ഹോട്ട് മിൽക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ സൂസ് ഷെഫ് പ്ലസ് മൈ ഹസ്ബൻഡ് കുറച്ച് ഹോട്ട് മിൽക്ക് നമുക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഓക്കെ, വെരി നൈസ്. താങ്ക് യു ഷിതേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 കപ്പ് മിൽക്കാണ്. ഷിതേ, കെൻ യു ബ്രിങ് മൈ മെഷറിംഗ് കപ്പ് ഓൾസോ പ്ലീസ്? സോറി ഗൈസ്, 1 സെക്കൻഡ്. എങ്ങനെയാണ് ഞാനത് മെഷർ ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പിനെയാണ് ഞാൻ 1 കപ്പായിട്ട് കൺസിഡർ ചെയ്ത് നോക്കുന്നത്. ഇത് ഞങ്ങൾക്ക് നെസ്കഫേയിൽ നിന്ന് ഫ്രീ കിട്ടിയ കപ്പാണ്. പക്ഷേ ഇതാണ് എൻ്റെ മെഷർമെൻറ്റ്. ഇത് വെച്ചിട്ട് എത്ര ബാറ്റർ ഉണ്ടാവുമെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് സൈഡ് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഹോട്ട് മിൽക്കിൽ ഓക്കെ നമ്മൾ ഈ കുരു എടുത്ത് കളഞ്ഞ വെച്ച ഡേറ്റ്സ് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കും ഒരു 1/2 hour. ഓക്കെ, അപ്പോൾ ഇത് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് മിൽക്കിൽ. നമ്മളിത് വെച്ചത് ഒരു 1/2 hour 45 minutes ആണ്. ഞാനിതൊരു മിക്സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്സ് കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഡേറ്റ്സിനും മിൽക്കിനും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലിക്വിഡിഷ് സബ്സ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ആക്ച്വലി ഒരു കാര്യം ഇൻഗ്രീഡിയൻസിൻ്റെ സമയത്ത് പറയാൻ വിട്ടുപോയി. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു 2 ബീറ്റൻ എഗ്സ് എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 2 എഗ്സ് യൂസ് ചെയ്യുക. ഇതായിട്ടാണ് നമുക്ക് നമ്മുടെ കേക്ക് ഭംഗിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഇത് ഞാനിനി ഡേറ്റ്സിൻ്റെ ഇതിലോട്ട്
പോർ ചെയ്യുന്നു. ആൻഡ് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഓയിലാണ് നമ്മളിതിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ വനീല എസൻസ് ആണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ഒരു 3/4 ടീസ്പൂൺ വനീല എസൻസ് ആണ്. അപ്പോൾ നമ്മൾ വനീല എസൻസ് ചേർത്ത് കഴിഞ്ഞു. ഇതിനെ നമുക്ക് ഇതിലോട്ട് ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ. ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി ഉപ്പാണ്, ആ ഒരു ടേസ്റ്റ് ഒന്ന് നന്നായി വരാൻ. ഇതിനെ എല്ലാത്തിനും നമുക്കിനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നോക്കണം, ലംപ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മളുടെ 1 കപ്പ് വീറ്റ് പൗഡർ കുറച്ചായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ലംസ് വരും. കുറച്ച് ചേർക്കുക, അതിനെ മിക്സ് ചെയ്യാം. പിന്നെയും കുറച്ച് ചേർക്കുക, അതിനെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ബാറ്ററിനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഈ കേക്ക് ടിന്റെ ബാറ്ററിലോട്ട് ഞാൻ ഇതിനെ കുറച്ച് വാൾനട്ട്സ് വെച്ചിട്ട് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. എനിക്ക് പേഴ്സണലി ആക്ച്വലി നോർമൽ കേക്കാണ് ഇഷ്ടം, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് വാൾനട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മളിത് ഒരു ഡേറ്റ് ആൻഡ് വാൾനട്ട്സ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ആ ഡേറ്റ് വാൾനട്ട് കേക്ക് ഇസ് റെഡി. ഇത് കറക്റ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചപ്പോൾ 50 മിനിറ്റ്സിൽ തന്നെ ബേക്കായി വന്നു. നമ്മൾ പിന്നെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തു ഇത് കറക്റ്റായിട്ട് മൊത്തത്തിൽ കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ. നൗ ഇറ്റ്സ് ടൈം ടു കട്ട് ദ കേക്ക് ആൻഡ് ടേസ്റ്റ് ദ കേക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ മേളിൽ വാൾനട്ട്സ് ഇട്ട കാരണം കുറച്ച് ക്രസ്റ്റ് ഒന്ന് ക്രാക്ക് ആയിട്ടുണ്ട്, ബട്ട് ദാറ്റ്സ് ഫൈൻ. ഇതാണ് നമ്മളുടെ ഒരു കേക്ക് സ്ലൈസ്. ഐ എം വെരി ഹാപ്പി. ലുക്സ് വെരി മോയിസ്റ്റ്. നന്നായി ബേക്ക് ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളർ. അതുപോലെ തന്നെ ബേക്ക് ആകുമ്പോൾ നമ്മളുടെ വീട് മൊത്തം ഇറ്റ് വാസ് സ്മെല്ലിംഗ് ലൈക്ക് ക്രിസ്മസ്, യുനോ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനേ. Cheers guys. It's really moist. It's really sweet as well. നിങ്ങൾക്ക് തോന്നിയില്ലേ അതിൽ ഷുഗർ ഇല്ലയെന്ന്? റൈറ്റ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ആണ്. തീരെ ഷുഗറും മൈദയും ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ഡെസേർട്ട് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഹസ്ബൻഡ്സ്, കുട്ടികളെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളൊരു സ്വീറ്റ് ടൂത്ത് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് ഡെസേർട്ട്സ് ഇല്ലാതെ ഒരു നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് എപ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലും മധുരം വേണമെന്ന് തോന്നിയാൽ ഇത് നിങ്ങൾക്കിത് ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇറ്റ് ക്യാൻ ലാസ്റ്റ് അപ് ടു അബൌട്ട് 15 to 20 days. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. പ്ലീസ് ഗോ ഹെഡ് ആൻഡ് ട്രൈ ഇറ്റ് and keep subscribing, liking and commenting on my video because much more fun videos are coming up. See you guys soon. Bye. वर्टिकल भी लो. एक चीज को 2 बार कैसे वर्टिकल और हॉरिजॉन्टल शूट होगा? हाँ. My mother says making cake is a patience thingy. So be patient. Mix होगा भी.